നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ച് കലാമണ്ഡലം സത്യഭാമ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും മോഹിനിയാട്ടത്തിന്റെ വിധി നിർണയത്തിൽ സൗന്ദര്യമാണ് മാനദണ്ഡമെന്നും കലാമണ്ഡലം സത്യഭാമ 24നോട് പറഞ്ഞു. ഞാൻ ഇത്രയും വർഷം 45 വർഷം ഫീൽഡിൽ നിൽക്കുന്ന എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം നൃത്തത്തിനെ കുറിച്ചുള്ള സൗന്ദര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരു വ്യക്തിനെയോ ഒരു വ്യക്തിയുടെ പേരോ അതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ചാനലുകാർ കുറേ പേര് എന്നെ വിളിച്ച് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു. ഈ വ്യക്തിയുടെ പേര് പറഞ്ഞതായിട്ടൊന്ന് കാണിക്കട്ടെ. അപ്പം ഞാനത് ടോട്ടലി എൻ്റെ ഒരു അഭിപ്രായമാണത്. ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുറേ പേര് നൃത്തം ചെയ്തുകൊണ്ട് നടക്കുന്ന ആണായാലും പെണ്ണായാലും എല്ലാ പ്രായക്കാരും കളിച്ചുകൊണ്ട് നടക്കണം. ഇവരുടെയൊക്കെ ആരെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ. ചാലക്കുടിയിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ നൃത്തം അവതരിപ്പിക്കുന്നത്. എന്നാൽ അപ്പം അത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതായിരിക്കില്ലേ? അപ്പോൾ നിലപാട് ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആരുടെ അടുത്ത് ഇനി മാപ്പ് പറയണം? ഞാൻ ഒരു വ്യക്തിനെയോ ഒരു സംഘടനേനെയോ ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ടീച്ചേഴ്സിനെയോ ഗുരുക്കന്മാരെയോ ഞാൻ പറഞ്ഞിട്ടില്ല. നിറത്തിന്റെ പേരിലായിരുന്നു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ രൂക്ഷമായ അധിക്ഷേപ പരാമർശം. നിയമ നടപടി സ്വീകരിക്കാനാണ് RLV രാമകൃഷ്ണന്റെ തീരുമാനം. മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. അപ്പൊ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ രീതിയിലുള്ള ഇവരുടെ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി. അത് എന്താ പറയുക, ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം കറുത്തവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല, സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതിന് നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും. RLV രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദുവും വീണ ജോർജും മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തി. വർണ്ണവിവേചനത്തിനായിട്ട് പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള നാടാണിതെന്ന കാര്യം മറക്കരുത്. അപ്പാർത്തിനെതിരായിട്ട് സമരം നടത്തിയ ഗാന്ധിജിയുടെ നാടാണിത്, മനസ്സിലാക്കണം. ആ നാട്ടിൽ അത്തരമൊരു തരത്തിലുള്ള പ്രസ്താവന നടത്തുമെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല അധിക്ഷേപാർഹമായൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ അനുനിമിഷം പുരോഗമിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആ പരാമർശം വിവാദമാകുന്നു. അതിനുശേഷം പരാമർശത്തിൽ അതിൻ്റെ ഭാഗമായ വ്യക്തി പരിഭവവുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ വരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം? ക്രിസ്ത്യന, ഈ നൃത്തരൂപങ്ങൾ പോലും കാലാനുസൃതമായി പല തലത്തിലേക്ക് രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് വലിയ രീതിയിൽ ഈ അധിക്ഷേപ പരാമർശം വിമർശിക്കപ്പെടുന്നതിലേക്ക് പോലും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതായത് പുരുഷന് പറ്റിയ കലാരൂപമല്ല മോഹിനിയാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ അഭിമുഖം തുടങ്ങുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ RLV രാമകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ അഭിമുഖത്തിൽ തന്നെ പ്രകടമാണ്. ചാലക്കുടിയിലെ മോഹിനിയാട്ട നൃത്ത അധ്യാപകൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറയുന്നത്. അതായത് കറുത്ത നിറത്തിലുള്ള പുരുഷന് ഒരു കാരണവശാലും ചേരുന്നതല്ല, ഇത്തരത്തിൽ കാക്കയുടെ നിറമാണ് എന്ന തരത്തിലെല്ലാം തുടങ്ങി വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RLV രാമകൃഷ്ണന് നേരെ ഇവർ നടത്തിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ മന്ത്രി ആർ ബിന്ദുവും വീണ ജോർജും അടക്കമുള്ളവർ പറയുന്നത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഒരു തരത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാലമേറെ പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ ഫ്യൂഡൽ മാടമ്പിത്തരവും അല്ലെങ്കിൽ ഈ
അത്തരത്തിലുള്ള ചിന്താഗതിയോട് കൂടി ഉള്ള ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന അടക്കമുള്ള വിമർശനങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ അത്തരം വിമർശനങ്ങൾ പുറത്തു വരുമ്പോഴും ആ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യം നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. പകരം സത്യഭാമയുടെ വിശദീകരണം ഇത്തരത്തിലാണ്. താൻ RLV രാമകൃഷ്ണനെതിരായി നടത്തിയ പ്രതികരണമല്ല ഇത്, അങ്ങനെ അദ്ദേഹത്തിനെതിരാണ് നടത്തിയത് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്നൊരു വെല്ലുവിളിയാണ് ഈ ഘട്ടത്തിൽ പോലും അവർ നടത്തുന്നത്. പകരം ഈ തെറ്റ് തിരുത്താനുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചെന്ന് സമ്മതിക്കുന്നതിലേക്കോ ഈ കലാമണ്ഡലം സത്യഭാമ എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ പ്രതികരിച്ച ആളുകൾക്ക് നേരെ പോലും തിരിയുന്ന ഒരു സാഹചര്യം പോലും ഇന്ന് നമ്മൾ കണ്ടു. മേതിൽ ദേവിക അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചവർക്ക് നേരെ പോലും അതിരൂക്ഷ വിമർശനവുമായി പിന്നീട് സത്യഭാമ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഇവർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യഭാമയ്ക്കെതിരെ ഉയരുന്നു. അതോടൊപ്പം തന്നെ RLV രാമകൃഷ്ണൻ പറയുന്നത് ഇത് നിയമപരമായി തന്നെ നേരിടും. കാരണം സിനിമയിൽ കലാഭവൻ മണി പോലും ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഏറെ നേരിട്ടിട്ടുണ്ട്. കലാഭവൻ മണിയുടെ അനുജൻ എന്നത് മാത്രമാണ് തൻ്റെ ഐഡന്റിറ്റി ആയുള്ളത്. ആ തനിക്ക് പോലും ഈ നൃത്തമേഖലയിൽ ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെക്കാളും താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ നൃത്താധ്യാപകരുടെ അവസ്ഥ എന്താണ്? ഈ വർണ്ണത്തിന്റെയും ജാതിയുടെയും എല്ലാം പേരിൽ ഇവർ അനുഭവിക്കുന്ന ദുരിതം അത് ഇതിലേറെ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി നേരിടും. അത് തൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ നൃത്തമേഖലയിൽ തന്നെപ്പോലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഈ കറുത്ത നിറമുള്ളവർ അനുഭവിക്കുന്ന ദുരിതമാണ്. ആ ദുരിതത്തിനെതിരായ പോരാട്ടം അത് നിയമവഴിയിലും അല്ലാതെയും തുടരും എന്നുള്ളതാണ് RLV രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലക്കുടിയിലും ഇന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളടക്കം ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ പ്രകടനം ചാലക്കുടി നഗരത്തിലടക്കം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നടക്കം വലിയ പ്രതികരണങ്ങൾ വരുന്നുമുണ്ട്. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ ഭാരവാഹനങ്ങൾക്കെതിരെ സംയുക്ത പരിശോധന ശക്തമാക്കാൻ കളക്ടർ വിളിച്ച യോഗത്തിൽ തീരുമാനം. അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗരേഖ തയ്യാറാക്കും. യോഗത്തിന് ബേസിലി സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ കക്ഷികൾ എല്ലാവരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ എൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശക്തിപ്പെടേണ്ട ആവശ്യമാണ്. അത് മസ്റ്റാണ്. സോ സംയുക്തമായിട്ട് MBDയും പോലീസും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈസ് വകുപ്പും അവരും ചേർന്നിട്ട് ഇതിൻ്റെ പരിശോധനകളെല്ലാം ആദ്യമായി വെഹിക്കിൾസിന് ഫിറ്റ്നസ് നടത്താൻ അത് മസ്റ്റാണ്. എല്ലാ വെഹിക്കിൾസിന് ലിസ്റ്റ് അവർ അദാനിക്ക് അത് കൊടുക്കണം, അദാനിക്കാർ ഇവിടെ സമർപ്പിക്കണം, പോലീസിനെ സമർപ്പിക്കണം, ഫിറ്റ്നസ് എല്ലാം പരിശോധന നടത്തണം. ഓവർലോഡിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേക സ്ക്വാഡുകൾ നിയമിക്കും. ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ മാധ്യമങ്ങളെ കാണുന്നു. ഞാൻ എങ്ങനെ പറയും? എന്തോ ആയിക്കോട്ടെ, എന്നെ ഇനി ആരും കെട്ടണ്ട. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം. അല്ല, എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിൽ പോകും. ഒന്നുമില്ലേ, ആരൊക്കെ പറഞ്ഞു അയാൾ കേസിന് പോകണമെന്ന്. ഇതിനു മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പഠിത്തിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാൾ ഫയൽ. അതിന് എന്താ നല്ല കാര്യമല്ലേ? നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് എന്താന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷന് നിൽക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാവരും കൂടെ വന്നു, അത്ര തന്നെ. അല്ലാതെ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമുണ്ടായിട്ടോ ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത്. നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടാന്നുള്ളത്. ഇവരാരും ഇത്രയും അഹങ്കാര സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. എന്താ സംസാരിക്കും? ഇത് എന്റെ വീട്ടിൽ ഇതൊക്കെ എന്താണ്? ഞാൻ വിളിച്ചോ നിങ്ങളെ? വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ല. ചോദിക്ക്, ഞാൻ മോളിൽ കയറി പോയിട്ട് എന്താ പോയിരുന്നേ? ഇതിന് വന്നത് എന്തിന്? എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട. ഇല്ലെന്ന് ആ ജോലി അതേ വേണ്ട, എന്റെ വീട്ടിൽ വേണ്ട, ഞാൻ വിളിക്കും. ഇതൊരു TC ഉള്ള സ്ഥലാ. ഇതൊരു TC ആണ്. ഈ സ്ഥലം ഒരു TC ആണ്. എന്റെ സ്ഥലം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ? അത് എന്തോ ഒരു വർത്താനം. ഒരു
ഒരുപാട് സ്നേഹിച്ചതാ, കൊട്ടി ഒരുപാട് സ്നേഹിച്ചതാ ആദ്യമായി. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ്, നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരം അല്ല 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 നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. മാഡം നമ്മളോട് പെരുമാറിയതെന്ന് വെച്ചാൽ ഒരു കലാകാരിയുടെ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം, ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്നോ? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നടക്കും? നിക്കടോ അല്ല കേക്ക്, അതൊന്നുമല്ല മിണ്ടാരിയടാ. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ അല്ലെ കലാകാരന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കണുള്ളൂ? കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്, അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ. അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല, അത് തന്നെ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? പിന്നെ രാമോ നീ എന്നാ കേട്ടോ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേൾക്കണോ നിങ്ങൾക്ക്? കേൾക്കണം. ഞാൻ ഒരു പാട്ട് പാടുന്നത് കേൾക്കണോ നിങ്ങൾക്ക്? രാമോ ഇതൊന്നെ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു, അത്ര തന്നെ. കലാകാരനൊക്കെ അവിടെ ഇട്ടെ. കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് വല്ല നിയമമുണ്ടോ? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചേ. മനസ്സിലായ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ല ഇവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട് ഇല്ല? അല്ല അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മ? മനസ്സിലായോ? നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണ എന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അതിശയിപ്പിച്ച ഒരു വിരോധമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വെളുക്കുമ്പോൾ തുടങ്ങും വല്ലതും കിട്ടാണ്ടാണ്. അതാണ് എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് കലാമണ്ഡലം സത്യഭാമ. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. താൻ പറഞ്ഞത് തൻ്റെ സൗകര്യത്തിനാണ്. സൗകര്യമുള്ള കാര്യങ്ങൾ ഇനിയും പറയും. കലാകാരനോ കലാകാരിയോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമുഖം കൊടുക്കാൻ പാടില്ല എന്നോ പ്രതികരിക്കാൻ പാടില്ല എന്നോ ഒക്കെയാണ് പറയുന്നത്. ഒപ്പം മാധ്യമങ്ങൾക്കും വലിയ വിമർശനമുണ്ട്. പ്രത്യേകിച്ചൊന്നും കിട്ടാത്തത് കൊണ്ട് വീട്ടിൽ കയറി വന്നു എന്ന പരാമർശം കൂടി കലാമണ്ഡലം സത്യഭാമ നടത്തുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖരനൊപ്പമുള്ള ഇ.പി. ജയരാജന്റെ ഭാര്യ പി.കെ. ഇന്ദിരയുടെ വ്യാജ ഫോട്ടോ പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചതെന്ന് DCC അംഗം മോസസ് ജോസഫ് ഡിക്രൂസ്. ഫോട്ടോ പ്രചരിപ്പിക്കാൻ നേതാക്കൾ നിർദ്ദേശിച്ചിട്ടില്ല. ചെയ്തത് തെറ്റെന്ന് ബോധ്യമായെന്നും മോസസ് ജോസഫ് ഡിക്രൂസ് 24-നോട് പറഞ്ഞു. എനിക്ക് നമ്മുടെ പാർട്ടി കോൺഗ്രസിന്റെ ഗ്രൂപ്പിനകത്ത് ഇത് വന്നത് ഞാനെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ. അത് പിന്നെ വളപട്ടണം CI എന്നെ വിളിപ്പിച്ചിരുന്നു. മൊഴി എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ വരാന്ന് പറഞ്ഞു. വന്നാൽ ഞാൻ മൊഴി കൊടുക്കാമെന്നും പറഞ്ഞു. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ DCC മെമ്പറാണ്. പിന്നെ CPM ഒരുപാടായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. വന്നപ്പോഴും നമ്മുടെ ആ ഒരു ഇലക്ഷനിൽ ഞങ്ങൾ എടുത്തിട്ടു. തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. നമുക്ക് പാർട്ടിയുടെ ഗ്രൂപ്പിനകത്ത് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടു.
അല്ല അതിനകത്ത് പ്രതിപക്ഷ നേതാവ് നമ്മൾ നേരിട്ട് വ്യക്തിപരമായിട്ട് നന്നായിട്ട് അറിയുന്ന നല്ല അടുപ്പമുള്ള ആളാണ്. പക്ഷെ അയാൾ അവസാനമായിട്ട് കാണുന്നത് രാജ്ഭവന്റെ അവിടത്തെ ധർണയിടന്ന ആ CAA ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അന്ന് അവിടെ വെച്ച് കണ്ടു. അത് പ്രോഗ്രാം വന്നപ്പോ കണ്ടതല്ല. ഞാൻ പ്രത്യേകിച്ച് A ഗ്രൂപ്പുകാരനാണ്. ഞാൻ ഈ ഗ്രൂപ്പ് അവരായിട്ട് അങ്ങനെ ബന്ധമുണ്ട്, പക്ഷെ വ്യക്തിബന്ധമുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും എന്താ പറയുക ഒരു പ്രോ ഉമ്മൻചാണ്ടി ആളാണ്. A ഗ്രൂപ്പിൽ ആരെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കെങ്കിലും ചെയ്യാം. ഇവരൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരു വ്യക്തി പോലും, അത് പാർട്ടിക്കാരോ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകരോ നേതാക്കന്മാരോ ആരും ഇതിനെക്കുറിച്ച് ഇടാനോ അങ്ങനെ പറയാനുള്ള ഞാനൊരു അടിമയല്ല. ദാറ്റ് മീൻസ് ആ വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന അങ്ങനെയുള്ള ഒരാളല്ല. വ്യാജചിത്രം പ്രചരിപ്പിച്ചെന്ന PK നിരയുടെ പരാതിയിൽ മോസസ് ജോസഫ് ഡിക്രൂസിനെതിരെ ഇന്നലെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. നിർമ്മിത ബുദ്ധിയെ ദുരുപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന വൻ റാക്കറ്റ് രാജ്യത്ത് സജീവമാവുകയാണ്. അത്തരത്തിലൊരു തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ട ഒരു മലയാളി കുടുംബം കടന്നുപോയ അവസ്ഥയെക്കുറിച്ചാണ് മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ 24 സംഘം ഇപ്പോൾ ഡോംബിവേലിയിലാണ് എത്തിയിട്ടുള്ളത്. പണം നഷ്ടപ്പെട്ട തോമസ് എബ്രഹാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഒപ്പം തന്നെ ഡോംബിവേലിയിലെ കേരള സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ആദ്യം എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. തോമസ് ഏട്ടാ, എന്താ അന്ന് സംഭവിച്ചത്? അന്ന് ഒരു 11:30 ആയപ്പോൾ എനിക്കൊരു കോള് വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെ? ഞാൻ പറഞ്ഞു കോളേജിൽ പോയി. കോളേജിൽ ചെന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു കോളേജിൽ പോയാൽ കോളേജിൽ ചെന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, അവനൊരു ക്രൈമിലാവപ്പെട്ട് ഞങ്ങളും ഇവിടെ പിടിച്ചു വെച്ചേക്കുക. അത് അവൻ തെറ്റ് ചെയ്തേക്കും. അവൻ്റെ കൂട്ടത്തിൽ 3-4 പിള്ളേർ വേറെയുമുണ്ട്. പോലീസാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. പോലീസാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പം ഞാനാകെ പേടിച്ചു പോയി. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോഴ് എന്നോട് കുഞ്ഞിനെ കൊണ്ട് എനിക്ക് എൻ്റെ ചെറുക്കനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ എൻ്റെ ഫോൺ തന്നിട്ട് എൻ്റെ ചെറുക്കൻ്റെ അതേ സൗണ്ടിൽ പപ്പ ഇവരെന്നെ അടിക്കുന്നു നമ്മുടെ മലയാളത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുവാ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് 80,000 രൂപ തരണം. 80,000 രൂപ തന്നാൽ നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല തരാൻ. പിന്നെ അക്കൗണ്ടിൽ എത്ര കാണും? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അക്കൗണ്ടിലൊന്നുമില്ല, ഒരു 10-12 വല്ലതും കാണും. ഉള്ളത് ഇപ്പോൾ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു നമ്പർ തന്നു. 12,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇതിൽ തീരത്തില്ല, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, നമുക്കൊരു കാര്യം ചെയ്യാം, 40,000 രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 28,000 രൂപ ഇട്ട് വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. അതിനെ ഞാൻ പിന്നെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് എവിടെ പോയതാ, കുഞ്ഞ് കോളേജിലുണ്ടോയെന്ന് എളുപ്പം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അവിടെ നിന്ന് ഇറങ്ങി കോളേജിൽ ചെന്ന് കുഞ്ഞിനെ കണ്ടുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവൻ കോളേജിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഞങ്ങളെന്നാൽ പൈസ ഇട്ടില്ലേ അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഫോൺ കട്ടായി. ഇവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഇവർ കുഞ്ഞെന്നോട് സംസാരിച്ചാൽ നമ്മുടെ മലയാളത്തിൽ അതേ ശബ്ദമായിരുന്നു. അതേ ശബ്ദം. സൗണ്ടിന് ഒരു ശകലമെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് വരത്തില്ല. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ കോളേജിൽ ചെന്നു, കുഞ്ഞിനോട് സംസാരിച്ചു. കുഞ്ഞിനോട് പപ്പായെ സംസാരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പപ്പായ്ക്ക് ജീവൻ നേരെയത്. കാരണം ഞാൻ കുഞ്ഞിനോട് സംസാരിച്ചെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് കുഞ്ഞുണ്ടെന്നറിയാം. പിന്നെയും പപ്പായ്ക്ക് ഇത്ര കോള് വന്നപ്പം അതപ്പോൾ ഒരു പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓടിച്ചെന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട്. ആൾക്കാരെ പെട്ടെന്ന് പേടിപ്പിച്ചുകൊണ്ട്, ആ സിറ്റുവേഷനിൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പിച്ചുകൊണ്ട് ഈ ആൾക്കാരെ ത്രട്ടനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടക്കുന്നത്. ഇതിനെ എങ്ങനെയായാലും ഇനിയും ഒരു ആൾ പോലും ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല. ഡേ ബൈ ഡേ ഓരോ ദിവസം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് മലയാളികൾക്കിടയിൽ മുംബൈയിൽ നിന്ന് വരുന്നത്. ഡോംബിവലിയിൽ നിന്ന് ഏറ്റവും ഒടുവിലെ അനുഭവം നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഡോംബിവലിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്തകൾ തുടരുന്നു. BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തരായ ഒരു വിഭാഗം BJPക്കാർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. ഇടതുമുന്നണി മുന്നോട്ടുവച്ച വികസന അജണ്ടകൾ ജനം സ്വീകരിക്കുമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. പത്തനംതിട്ട മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോയുമായി ഇപ്പോൾ ഉള്ളത് പന്തളത്താണ്. ഐസക് സാഹബ്, എങ്ങനെയുണ്ട്? ഒരു തെരഞ്ഞെടുപ്പ് റോളൊക്കെ ആയി തുടങ്ങി, നല്ല ചൂടുണ്ട്. ഈ ചൂട് എങ്ങനെ നമ്മൾ ഇതാകുന്നത്? ചൂടൊന്നും പ്രശ്നമല്ല. ഇന്ന് പന്തളത്തെ റോഡ് ഷോയാണ്. പന്തളത്ത് വലിയ മാറ്റം വരും. BJPയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ടൊക്കെ കരുതപ്പെടുന്ന സ്ഥലമാണ്. BJPക്ക് മുനിസിപ്പാലിറ്റി സ്ഥാനം അത് പാടെ മാറാൻ പോവുകയാണ്. യെസ്, അത് അതിൻ്റെ തുടക്കം ഈ വർഷം. എന്തായാലും വലിയൊരു BJPക്ക് ഒരു വലിയ വേരോട്ടമുള്ള അവർ ഭരിക്കുന്ന നഗരസഭയാണ്. അതിലെങ്ങനെയാണ് ഈ BJPക്കാരോടൊക്കെ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ?
BJP തന്നെ വലിയൊരു വിഭാഗത്തിന് അവരുടെ സ്ഥാനാർത്ഥിത്വത്തോടും താല്പര്യമില്ല. ഇവിടെ പത്തനംതിട്ട മണ്ഡലത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ടയിൽ ഒരു മുഖ്യ ഇനം ശബരിമലയും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും അതിൻ്റെ ടൂറിസം വികസന സാധ്യതകളും തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.